ഈ തെരഞ്ഞെടുപ്പിൻ്റെ CPM-ൻ്റെ കണ്ടെത്തലെന്നല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മലയാളിക്ക് കിട്ടിയ ഏറ്റവും വലിയ കണ്ടെത്തലുകളിലൊന്നാണ് NMR റസാഖ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആ മണ്ഡലത്തിലെ വോട്ടറാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ കണ്ണടച്ച് NMR റസാഖിന് വോട്ട് ചെയ്യുന്നുള്ള സ്ഥിതിയുണ്ട്. ഞാനന്ന് മുസ്ലിം ലീഗിൻ്റെ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നേരിട്ട് വെച്ചിട്ട് നിങ്ങൾ ഫിറോസ് കുന്നംപറമ്പലിനെ നിർത്തി എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ലീഗുകാരും തിരിച്ചു വന്നപ്പോഴോട് പറഞ്ഞു തങ്ങളോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഷാഫി ആൺകൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ CPM-ന് പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റാണ് NMR റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം. അപ്പോൾ NMR റസാഖ് എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ താരമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഈ പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന NMR റസാഖ്, അത് CPM-ൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒരു കണ്ടെത്തലായിട്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, അതിലൊരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ CPM-ൻ്റെ കണ്ടെത്തലെന്നല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മലയാളിക്ക് കിട്ടിയ ഏറ്റവും വലിയ കണ്ടെത്തലുകളിലൊന്നാണ് NMR റസാഖ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ രീതികൾ, പിന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാകത, പക്വത, അദ്ദേഹത്തിൻ്റെ വിനയം, അദ്ദേഹത്തിൻ്റെ ആളുകളോടുള്ള പെരുമാറ്റ ശുദ്ധി, സംസാര ഭാഷയ്ക്കകത്തേക്കുള്ള വിശുദ്ധി, ഇതെല്ലാം എടുത്തു നോക്കുമ്പം എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ മണ്ഡലത്തിലെ വോട്ടറാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ കണ്ണടച്ച് NMR റസാഖിന് വോട്ട് ചെയ്യുന്നുള്ള സ്ഥിതിയുണ്ട്. നമ്മളെ മനസ്സിനെ അയാളിലേക്ക് അടുപ്പിക്കുന്ന എന്തോ ഒരു കാന്തിക ശക്തി അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം സാമ്പത്തികമായിട്ടുള്ള ഉയർന്ന നിലയിൽ നിൽക്കുന്നതാണ്, ഹോട്ടൽ ശൃംഖലകളുടെ ഉടമയാണ്, ഒക്കെയാണ്. പണം ഉണ്ടാക്കുന്നു കുറ്റമൊന്നുമല്ല. കാരണം കക്കാനും പിടിക്കാനും പോയിട്ടും കള്ളക്കടത്ത് നടത്തിയിട്ടും വേറെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടൊന്നുമല്ല അയാൾ പൈസ ഉണ്ടാക്കുന്നത്. പിമ്പിങ് നടത്തിയിട്ടൊന്നുമല്ല. അയാൾ അധ്വാനിച്ച് പിന്നെ ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യമാണ് ആ ഹോട്ടൽ ശൃംഖല എന്ന് പറയുന്നത്. പല ഘട്ടങ്ങളിലും പല പാർട്ടികളും കേരളത്തിലെ എല്ലാ മുന്നണികളും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷാൽ ONV കുറുപ്പിനെ ഇടതുപക്ഷ സഹയാത്രികരാണ്, പക്ഷേ CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിപ്പിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടു. നടൻ മുരളി ഇടതുപക്ഷ സഹയാത്രികൻ തന്നെയാണ്, പക്ഷേ ആലപ്പുഴയിൽ നിന്ന് VM സുധീരനെതിരെ CPM നിർത്തി പരാജയപ്പെട്ടു പോയി. അതേപോലെ കലാഭവൻ മണിയെ 2016 അവർ കുന്നത്തുനാട് സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ് CPM. പക്ഷേ ഇലക്ഷൻ്റെ ഏകദേശം പ്രഖ്യാപനത്തിൻ്റെ ഒരു മാസം മുമ്പ് കലാഭവൻ മണി മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ കലാഭവൻ മണി സ്ഥാനാർത്ഥിയാവുമായിരുന്നു. അതേപോലെ തന്നെ ഇന്നസെൻറ്റിനെ നിർത്തിയപ്പോൾ വിജയിക്കുകയും ചെയ്തു. ചാലക്കുടിയിൽ ഇന്നസെൻറ്റിനെ നിർത്തി വിജയിച്ചു. KS മനോജിനെ കൊണ്ടുവന്നു. KS മനോജ് ഈ മേഖലയിൽ ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. KS മനോജിനെ ഡോക്ടർ KS മനോജിനെ കൊണ്ടുവന്നു. BM സുധീരനെതിരെ BS സുധീരൻ എന്ന് പറയുന്ന അവരെ നിർത്തിയിട്ടാണ് KS മനോജിനെ വിജയിപ്പിച്ച് KS മനോജ് ജയിച്ച് പിന്നെ 5 വർഷം MP ആയിരുന്നു. കഴിഞ്ഞപ്പോൾ പൊടി തട്ടി കോൺഗ്രസിൽ പോയി. കഴിഞ്ഞ തവണ മത്സരിച്ച് നോക്കി പരാജയപ്പെട്ടു. പിന്നെ ഇപ്പോൾ പുള്ളിയുടെ അഡ്രസ്സ് ഇല്ല. പുള്ളി വിദേശത്തം കണ്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. പൈസ ഉണ്ടാക്കാൻ പോയി. പെൻഷനും കിട്ടും MP ആയിട്ടുള്ളത്. അപ്പോൾ അത് CPM-ന് പറ്റിയ അബദ്ധങ്ങളിലൊന്നാണ്. അൻവറിനെ കൊണ്ടുവന്നു വരുമ്പോൾ പിന്നെ രാഷ്ട്രീയക്കാരൻ തന്നെയാണ്, എന്നാലും കോൺഗ്രസിൽ നിന്ന് അൻവറിനെ കൊണ്ടുവന്നു. പേയ്മെൻറ്റ് സീറ്റായിരുന്നു. 2016 കൊണ്ടുവന്ന് MLA ആക്കി. അന്ന് അൻവറല്ല വേറെ ആരെയും നിന്നാലും നിലമ്പൂർ ജയിക്കുമായിരുന്നു. ആ സമയത്ത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കൊക്കെ നടപടിയെടുത്തു. ഏരിയ സെൻറ്റർ അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തു. അവിടെ ജനങ്ങൾ പ്രകടനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. കാരണം എന്തായാലും ഉറപ്പ് ജയിക്കുന്ന സീറ്റിലേക്ക് ഒരാളെ കെട്ടിയിറക്കി കൊണ്ടുവരിക ചെയ്തത്. അത് CPM-ന് പറ്റിയ പിഴവായിരുന്നു. ഇത്തവണ ഇപ്പോൾ ഷറഫ് അലിയെ കൊണ്ടു നിർത്തി. ഷറഫ് അലി കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെട്ടതാണ്. എന്നിട്ട് പിന്നെ സ്ഥാനാർത്ഥിയാവാൻ പുള്ളി റെഡിയായിട്ട് കുപ്പായൊക്കെ അടുപ്പിച്ച് റെഡിയായിട്ട് നിന്നപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് സ്വരാജ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് പുള്ളി അവിടെ ഒരു യോഗത്തിൽ, പ്രചാരണ യോഗത്തിൽ പോലും ഒന്നും പോയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരാളെ ഈ പ്രാവശ്യം അവിടെ കെട്ടിയിറക്കിയിട്ടുണ്ട്. പേയ്മെൻറ്റ് സീറ്റാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് വിവിധ കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളവരെ കഴിഞ്ഞ തവണ ബഡായി ബംഗ്ലാവിൽ നിന്ന് ധർമ്മജനെ പിടിച്ചുകൊണ്ടുവന്ന് ബാലുശ്ശേരിയിൽ നിർത്തി. 8 നിലപ്പെട്ടി ധർമ്മജൻ രാവിലെ ചെന്ന് പിന്നെ 2 സ്മാൾ അടിച്ച് പ്രചാരണത്തിന് പോകേണ്ട സ്ഥലത്തൊന്നും പോകത്തില്ല, ഹോട്ടൽ റൂമിൽ തന്നെ കിടന്നുറങ്ങി. പിന്നെ 2 പേര് 2 വശത്ത് താങ്ങിയെടുത്ത് കയ്യിലൊക്കെ പിടിച്ച് പ്രചാരണ ജീപ്പേ കയറ്റും. കാരണം വേച്ച് വീഴാൻ പോകും. അങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടു കിടന്ന് 87 ലക്ഷം രൂപ കണ്ട് പോയെന്ന് പറഞ്ഞ് ധർമ്മജൻ തന്നെ പിന്നീട് പറയുന്നത് കേട്ടു. ബഡായി ബംഗ്ലാവിൽ നിന്ന് ധർമ്മജനെ പാലുശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കിയ രമേശ് പിഷാരടി ഇത്തവണ ഒരു പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. എന്താവും എന്നുള്ള റിസൾട്ട് വരുമ്പോൾ അറിയാം. ജഗദീഷിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് പത്തനാപുരത്ത്. അത്തവണ 3 പേര് സിനിമാക്കാരായിരുന്നു. ഗണേഷ് കുമാർ ഇടതുമുന്നണിയുടെ, ജഗദീഷ് UDF-ൻ്റെ, അതേപോലെ തന്നെ നമ്മളെ ഭീമൻ രഘു കോമാളി പിന്നെ NDയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. പിന്നെ ഭീമൻ രഘു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ AK സെൻറ്ററിൽ പോയി. ഗോവിന്ദൻ മാഷുവിനൊക്കെ ഒരാൾ വന്നപ്പോൾ പിന്നെ മൈൻഡ് ചെയ്യാതിരിക്കാൻ വയ്യാലോ. പുള്ളി കരുതിയത് പുള്ളിയെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആക്കുമെന്നൊക്കെ കരുതിയിട്ടാണ് പോയത്. പുള്ളി അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് പിന്നെ വിപ്ലവഗാനമൊക്കെ പാടി ഒരു കോമാളി എന്നുള്ളതേ പറയാനുള്ളൂ. അതിന് പ്രാബല്യം മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തന്നെ 2016 തെരഞ്ഞെടുപ്പിൽ തന്നെ
ചാരിറ്റി തട്ടിപ്പുകാരൻ ഫിറോസ് കുന്നംപറമ്പലിനെ തവനൂരിൽ കെട്ടിച്ചെല്ലിനെതിരെ നിർത്തി. ഞാനന്ന് മുസ്ലിം ലീഗിൻ്റെ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നേരിട്ട് വെച്ചിട്ട് നിങ്ങൾ ഫിറോസ് കുന്നംപറമ്പലിനെ നിർത്തി എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ലീഗുകാരും എന്നെ തിരിച്ചു വന്നപ്പോഴോട് പറഞ്ഞു തങ്ങളോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കും ഫിറോസ് കുന്നംപറമ്പലിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പക്ഷേ ജലീൽ ഞങ്ങളെ ശത്രുവല്ല, ഞങ്ങളെ കുഞ്ഞാപ്പയെ തോപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ഒരു ചത്ത് കെട്ടി പണിയെടുത്തു. അത്യാവശ്യം വോട്ടൊക്കെ പിടിച്ചു. ഇപ്രാവശ്യം പിന്നെ ഫിറോസ് കുന്നംപറമ്പലിന് ടിക്കറ്റ് കൊടുത്തില്ല. പക്ഷേ ഇങ്ങനെ പലരെയും പല കാലഘട്ടത്തിലും കണ്ടിട്ടുണ്ട്. ഈ BJP ആണെങ്കിൽ പിന്നെ വഴിയെ പോകുന്ന ഏതെങ്കിലും ബിഗ് ബോസിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ, ആരെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെമ്പിളാരെ കണ്ടു കഴിഞ്ഞാൽ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സ്ഥാനാർത്ഥി ടിക്കറ്റ് സ്ഥാനാർത്ഥി. അത് രണ്ടുപേർക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ടായിരുന്നില്ല. അത് സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ. പിന്നെ സ്ഥാപിച്ചിട്ട് ഇപ്പൊ നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ചക്ക കണ്ടാൽ താമര പോലെ ഇരിക്കും. പിന്നെ MLA-ക്ക് കൊടുക്കുക ഭക്ഷണം എന്ന് ഹോട്ടലിൽ നിന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു നായർ എന്ന് പറഞ്ഞിട്ട് മാറി വെച്ചിട്ടുള്ള പെങ്കൊച്ചുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അഞ്ജലി നായർ. വാ തുറന്നാ വിഡ്ഢിത്തരം മാത്രമാണ് പറയുന്നത്. അത് മറ്റേ ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി അങ്ങനെ തന്നെ. വാ തുറന്നാ വിഡ്ഢിത്തരം മാത്രമാണ് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല. ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി പറഞ്ഞത് പിന്നെ കുന്നത്താട് മണ്ഡലത്തിലുള്ള മുഴുവൻ ആളുകൾക്കും കിറ്റക്സില ജോലി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏറ്റവും വലിയ സ്ഥാനാർത്ഥി കെട്ടും പൊട്ടും തിരിയാത്ത രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്ത സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വഴിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കി. അതൊക്കെ വെച്ച് നോക്കുമ്പം മുസ്തഫ ഹാജി കഴിഞ്ഞ തവണ നജീബ് കാന്തപുരത്തിനെതിരെ പെരുന്തമണ്ണയിൽ ഇടതുമുന്നണി നടത്തിയത് പേയ്മെൻറ്റ് സീറ്റായിരുന്നു. ചാക്കിലാത്ത പൈസ കൊണ്ടേ കൊടുത്തതെന്നാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടേ കൊടുത്തു. പക്ഷേ NMR റസാഖ് എന്ന് പറയുന്ന കണ്ടെത്തൽ സമീപകാല കേരളത്തിനകത്ത് ഏതെങ്കിലും പാർട്ടി ഏതെങ്കിലും മുന്നണി നിർത്തുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികവുള്ള സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറയും. ജയവും തോൽവിയും ഒക്കെ വേറൊന്നാ. ഇനി അഥവാ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടാൽ തന്നെ അസറ്റാ. ഷാഫി ആങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ CPM-ന് പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് NMR റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം. അദ്ദേഹം ഇപ്രാവശ്യം പരാജയപ്പെട്ടെന്ന് കൂട്ടിക്കോ, അവിടെ പുള്ളിയുടെ അവിടുത്തെ മേഖലകളിൽ പിന്നെ നിരന്തരമായി ഇടപെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 2031 അവിടെ ഈസി ആയിട്ട് പുള്ളിക്ക് വാക്ക് ഓവർ ഉണ്ടാവും. പറ്റിയ ആളാണ്. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കാരണം വെച്ചാൽ മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ അത് ഈ UDF-ന് അനുകൂലമായിട്ട് അങ്ങനെ ഒന്നും ഒരിടത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് NMR റസാഖിനെ സംബന്ധിച്ച് മുസ്ലിം കൺസോളിഡേഷൻ മാത്രമല്ല, അദ്ദേഹം എല്ലാ കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ല ബന്ധമുള്ളയാളാണ്. അതുകൂടാണ്ട് തന്നെ ഈ രമേശ് പിഷാരടി ഷാഫി പറമ്പലിൻ്റെ നോമിനിയാണ് എന്നൊരു വസ്തുത കൂടി അവിടെ കിടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ രമേശ് പിഷാരടിക്കെതിരെ അവസാന ദിവസങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ ഒരു വലിയ ആരോപണമുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ അവിടെ ജനം അവരുടെ മനസ്സിലിട്ട് രണ്ടു വട്ടം ഒന്ന് ആലോചിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൂടാണ്ട് തന്നെ രമേശ് പിഷാരടി ഒരു സിനിമാക്കാരനാണ്. രമേശ് പിഷാരടി തോക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ശോഭാ സുരേന്ദ്രൻ അവിടെ തോക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ കനത്ത മത്സരം തന്നെയാണ് നടക്കുന്നത്. എങ്കിലും ഒരല്പം ഒരു ചെറിയ എഡ്ജ് ഒരു പക്ഷേ ആർക്കുണ്ടാവാനാണ് സാധ്യത? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാടിനകത്ത് രമേശ് പിഷാരടി ജയിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതിനകത്ത്. ഒന്ന്, നമ്മളതിനകത്ത് പിന്നെ ലോജിക്കലി ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാലം വരെ അവിടെ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോഴാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോഴാണെങ്കിലും മുസ്ലിം വോട്ടുകൾ ബ്ലോക്കുകളായിട്ട് അവർക്ക് അനുകൂലമായിട്ട് വീണിരുന്നു. കാരണം BJP ജയിക്കരുത് എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ UDF-ന് അനുകൂലമായിട്ട് ഇടതുപക്ഷത്തിന് കാലങ്ങളായി വോട്ട് ചെയ്യുന്ന ഇടതുപക്ഷ സഹയാത്രികരായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ പോലും BJP-യെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നുള്ള സമീപനം സ്വീകരിച്ചിരുന്നു എന്നുള്ളതും, NMR റസാഖ് അവിടെ വരുമ്പോൾ NMR റസാഖ് ആ വോട്ട് ബാങ്കിനകത്ത് വിള്ളൽ വരുത്തി മുസ്ലിം വോട്ടുകളിൽ നിന്ന് ഒരു ഭാഗം തിരിച്ചു പിടിക്കുകയും കൂടെ ചെയ്യുമ്പം BJP ജയിക്കത്തില്ല എന്നുള്ളതാണ് ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ വരുന്നത്. കാരണം ഈ വോട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു പോകുമ്പം അതിനിടയിൽ കൂടെ ശോഭാ സുരേന്ദ്രൻ കടന്നു വരത്തില്ല എന്നുള്ളതാണ്. പിന്നെ ശോഭാ സുരേന്ദ്രൻ്റെ അവസാന ഘട്ടത്തിലുണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ തിരിച്ചടിയായിട്ടുണ്ട്. അതെന്തായിരുന്നാലും അവിടെ ആ പണം കൊടുക്കലും അത് ആ വിഷയത്തെ വേണമെങ്കിലും പിന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു മിതത്വം പാലിച്ച് മറ്റാരെങ്കിലും കൊണ്ട് സംസാരിപ്പിച്ച് തീർക്കേണ്ടതായിരുന്നു. ശോഭാ സുരേന്ദ്രന് പിന്നെ വൃത്തിയാട്ടം കുറച്ചും കൂടി പോയി. യുവമോർച്ചയുടെ നേതാവിൻ്റെ സ്റ്റൈലിലാണ് നിൽക്കുന്നത്, BJP നേതാവിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരു പക്വത കാണിക്കാതെ ആ വിഷയത്തെ പിന്നെ അഗ്രസീവായിട്ട് കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനുള്ള സാധ്യത ഞാൻ അത്ര കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. NMR റസാഖ് ഒരു പക്ഷേ ജയിച്ചു പോന്നാൽ അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാണുന്ന സാധ്യത കാണുന്നത് രമേശ് പിഷാരടിക്ക് തന്നെയാണ്. കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിനകത്ത് CP പറയുന്ന കാര്യത്തോടെ വിയോജിക്കുകയാണ്. മുസ്ലിം കൺസോളിഡേഷൻ എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിട്ട് കേരളത്തിൽ വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ പിന്നെ മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെയുള്ള എല്ലാ സ്ഥലങ്ങൾക്കകത്തും മുസ്ലിം വോട്ടുകളുടെ രേഖീകരണം UDF-ന് അനുകൂലമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശനെ ഈ കാറിൽ കയറ്റിയ സംഭവത്തിനകത്തുള്ള വിഷയങ്ങൾ, അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഒരു മുസ്ലിം ഏകീകരണം അതിനകത്തുണ്ടായിട്ടുണ്ട്. അത് UDF-ന് അനുകൂലമായിട്ടാണ് ഉണ്ടായെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുസ്ലിം ഏകീകരണത്തിനകത്ത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയാണെന്നുള്ളതും
യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗിന് പോലും സാധ്യമാവാത്ത രീതിയിൽ അവർ തീവ്രമായ ചില തെറ്റിദ്ധാരണകൾ. അല്ല, വി ഡി സതീശനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനല്ല, ഉപദേശം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആണെന്നുള്ള കാര്യം ആർക്കും സംശയമുള്ള കാര്യം. അല്ല, വി ഡി സതീശനെ പിടിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ വനവാസത്തിനൊന്നും പോകരുത്, കാരണം പുള്ളിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോളൂ. കാരണം എന്താ വെച്ചാൽ തലേ ദിവസം ആണ് ഈ ശോഭാ സുരേന്ദ്രൻ വളരെ ഗുരുതരമായിട്ട്, അതായത് പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടി തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും ഇലക്ഷന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടുമെന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആരോപണം ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്ന സമയത്ത് പാലക്കാട്ടുള്ള ചില ആളുകളെങ്കിലും ആലോചിക്കില്ലേ, പ്രശോഭിൻ്റെ വിഷയം അവിടെ കിടക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അവിടെ കിടക്കുന്നു, മൂന്നാമത് വരുന്ന ഒരാളും ഇതേ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ നാടിന് തന്നെ മോശമാകില്ലേ എന്നൊരു ചിന്ത കയറുന്ന സമയത്ത്, എൻ്റെ ചിന്ത ബാലിശമാണെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത ഞാൻ ഒരു വോട്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുകയാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ ആദ്യം വന്ന MLA ഇങ്ങനത്തെ കേസിൽപ്പെട്ടു, അതുകൂടാണ്ട് അവിടുത്തെ വാർഡ് കൗൺസിലർ ഇങ്ങനത്തെ ഒരു കേസിൽപ്പെട്ടു. തലേ ദിവസം തന്നെ ഒരു എതിർ ക്യാമ്പിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു കാൻഡിഡേറ്റ്, ഒരു ദേശീയ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ഒരു പ്ലാറ്റ്ഫോമിൽ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഇതുപോലത്തെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുക എന്താണ്, ഇനി വീണ്ടും ഒരു നാശത്തെ കൂടെ ഞാൻ സഹിക്കണോ എൻ്റെ നിയോജക മണ്ഡലത്തിലെന്ന് കരുതി ഞാൻ ആരായിരിക്കും ചൂസ് ചെയ്യുക? NMR റസാഖിനെ. അല്ല, സിബി പറഞ്ഞതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട്ടുകാരോട് നിങ്ങൾ പിന്നെ ആരെങ്കിലും വഴിയിൽ നിന്ന് പരിചയപ്പെട്ട് നിങ്ങളെ വീട് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ മലമ്പുഴയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കോങ്ങാടാണ്, ഞങ്ങൾ മണ്ണാർക്കാടാണെന്ന് പറയും. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഷൊർണൂരാന്ന് പറയും, പാലക്കാടാണെന്ന് പറയത്തില്ല, പാലക്കാട് മണ്ഡലത്തിലെ വോട്ടറാന്ന് പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ നാണക്കേട് പോലെയാണ് തോന്നുന്നത്. ഇതിനേക്കാളും രസകരമായൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പാർലമെൻറ്റിലെ വനിതാ ബില്ല് പിന്നെ ഈ അവതരണം ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ ഒന്നുകൂടി ഗംഭീരമാകുമായിരുന്നു. കാരണം അവരുടെ മുൻ MLA അവിടെ ഇരുന്ന് തടവി കൊടുക്കുന്നതും തലോടി കൊടുക്കുന്നതും എല്ലാം കൂടി ആ ദൃശ്യങ്ങളൊക്കെ അന്നേ പുറത്ത് വന്നിരുന്നെങ്കിൽ ഒന്നുകൂടി ഗംഭീരമാകുമായിരുന്നു. കാരണം ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവിടെ കൊണ്ടുവരുന്ന ആളാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ നന്നായിട്ട് പാർലമെൻറ്റിലും ഇരുന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സീരിയസ് ചർച്ച നടക്കുമ്പോൾ എന്നുള്ളത് ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ആ വീഡിയോയും കൂടെ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ, നേരത്തെ ആയിരുന്നു ചർച്ച എന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഗുണം ചെയ്യുമായിരുന്നു. പക്ഷേ സിബി പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ലോജിക്കലി ശരിയാണ്. കാരണം ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പം, പ്രത്യേകിച്ചും ഈ വോട്ടുകൾ സ്പ്ലിറ്റായി പോകുമ്പം, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ രണ്ട് ഭാഗത്തേക്കുമായിട്ട് തിരിയുമ്പോൾ NMR റസാഖ് നന്നായിട്ട് വോട്ട് പിടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ 420 സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കുമ്പം ഇത്തവണത്തെ ബാക്കിയുള്ളവരൊക്കെ പരിണിത പ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരുപാട് സ്വഭാവശുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ട്. ആരും എല്ലാ പാർട്ടിക്കകത്തും നല്ല ഒരുപാട് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്, അതിനകത്തൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ എന്നെ ഏറ്റവും ആകർഷിച്ച സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണ്ടെത്തൽ എന്ന് പറയാവുന്നത് NMR റസാഖ് തന്നെയാണ്. കാരണം NMR റസാഖിനെ പോലെയുള്ള ആളെ, NMR റസാഖിനെ ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് ഇന്ന് ഞാനിപ്പോൾ അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറിയാണ്, DC മെമ്പറുമാണ്, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി. ഏത് ഏരിയ സെക്രട്ടറി ആണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, പാലക്കാട് ജില്ലാ കമ്മിറ്റി മെമ്പർ. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു, ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് DCSൻ്റെ കണ്ടെത്തലാണ്. അതായത് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് ഈ പ്രപ്പോസൽ വെക്കുന്നത്. EN സുരേഷ് ബാബുവിൻ്റെ കണ്ടെത്തലാണ്. അപ്പോൾ EN സുരേഷ് ബാബു ഈ പ്രപ്പോസൽ വെച്ച സമയത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റിനകത്തൊക്കെ ഈ പ്രപ്പോസൽ വെക്കുന്ന സമയത്ത് ചർച്ച വന്നെന്ന് അവിടെ. കാരണം നമ്മൾ ഒരു വ്യവസായ പ്രമുഖനെ നിർത്തുമ്പം പേയ്മെൻറ്റ് സീറ്റാണെന്നുള്ള ആരോപണം വരാൻ സാധ്യതയില്ലേ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഈ DCS പറഞ്ഞത്രേ, മറുപടി പറഞ്ഞത്രേ, ആരോപണം വരുന്നത് വരട്ടെ, പക്ഷേ എന്തായിരുന്നാലും നമുക്ക് ഇതിനേക്കാൾ ഒരു മികച്ച കാൻഡിഡേറ്റിനെ മുന്നോട്ട് വെക്കാനില്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചാണ് മേളിലോട്ട് കൊടുത്തതെന്നാണ്. ഈ ഏരിയ സെക്രട്ടറി DC മെമ്പർ എന്ന് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇല്ല കേട്ടോ. പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ചർച്ചയൊക്കെ പുള്ളിക്കും അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ നമുക്ക് തന്നെ പലതും അറിയാൻ പറ്റുന്നില്ല പലയിടത്തും. അപ്പോൾ അതിനുള്ള സോഴ്സ് പുള്ളിക്കുണ്ടാവും, പുള്ളിയുടെ അടുപ്പുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഈ പുള്ളി DC മെമ്പർ മാത്രമാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് ഇത് സുരേഷ് ബാബുവേട്ടൻ്റെ കണ്ടെത്തലാണ്, DCSൻ്റെ കണ്ടെത്തലാണ്, DCS കണ്ടെത്തിയതാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഇങ്ങനെ ആകാംക്ഷയുടെ, ആരാണ് ഈ മനുഷ്യനെ കണ്ടെത്തിയത് എന്നുള്ളതാണ്. കാരണം വളരെ കൗതുകരമായിട്ട് തോന്നി. കാരണം അതൊരു കറക്റ്റ് ഫൈൻഡിങ് ആണ്. ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു കണ്ടെത്തലാണ്. കാരണം നമ്മൾ സർപ്രൈസ് കാൻഡിഡേറ്റ് എന്നൊക്കെ പറയാറില്ലേ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയാറുണ്ട് സർപ്രൈസ് കാൻഡിഡേറ്റ് വരുമെന്ന്. ഈ സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടെ LDF കാൻഡിഡേറ്റ് തന്നെയാണ് സർപ്രൈസ് കാൻഡിഡേറ്റ്. NMR റസാഖ് അവിടെ ഒരു വലിയ ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അത് ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇതിനേക്കാൾ ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റിനെ പാലക്കാട് മണ്ഡലത്തിൽ LDFന് നിർത്താനുമില്ല. NMR റസാഖ് എന്ന് പറയുന്നത് ലിറ്ററലി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് LDFന് ആ മണ്ഡലത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, പണം ഉണ്ടാകുന്നത് കുറ്റമൊന്നുമല്ല, പേയ്മെൻറ്റ് സീറ്റ് അല്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുമുണ്ട്. ആ സീറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളാണ്, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആളാണ്.
അദ്ദേഹം വളരെ ഡൗൺ ടു എർത്താണ്. അപ്പോൾ NMR റസാഖ് എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ താരമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. 5 വർഷം കഴിയുമ്പോൾ, ഈ പ്രാവശ്യം തോറ്റാൽ തന്നെ 5 വർഷം കഴിയുമ്പോൾ പാലക്കാടിൻ്റെ MLA ആയി കേരള നിയമസഭയിലേക്ക് എത്താൻ NMR റസാഖിനെ പോലെ ഒരാൾ വെറും സ്വതന്ത്രനായിട്ട് നിന്നാൽ പോലും സാധിക്കുന്ന രീതിയിലേക്ക് പുള്ളിക്കൊരു മാസ്മരികതയുണ്ട്, ഒരു കരിസ്മയുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അകത്തെ ഹൃദയശുദ്ധി കൊണ്ടും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റശുദ്ധി കൊണ്ടും അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടും അദ്ദേഹത്തിൻ്റെ വകതിരിവ് കൊണ്ടും വേണ്ട. രമേഷ് പിഷാരടിയെ BJPയുടെ നേതാക്കന്മാരും പ്രവർത്തകരും കൂടെ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ തടഞ്ഞതിനെക്കുറിച്ച് NMR റസാഖ് പറഞ്ഞത് ശരിയല്ല. ആർക്കും വോട്ട് ചോദിക്കാൻ അവകാശമുണ്ട്, അതിനെ തടയാൻ പാടില്ല. എല്ലാ കാര്യങ്ങളിലും പക്വതയോടെ ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്നാലും NMR റസാഖ് തോറ്റാലും ജയിച്ചാലും കേരള രാഷ്ട്രീയത്തിന് അസറ്റാണ് എന്ന് അടിവരയിട്ട് പറയാം.